ഈസ് അബ്സല്യൂട്ട്ലി ഷോക്കിംഗ്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആദ്യമായിട്ട് മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രതീക്ഷിച്ചില്ല, പറയുന്നത് പ്രതീക്ഷിച്ചില്ല. ഹായ്, ഇന്ന് നമ്മളുള്ളത് അഖിലാണ്. ഓക്കെ, അപ്പോൾ അഖിലിന് മെന്റലിസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിന്ന് മെന്റലിസത്തിൽ ഒരു ട്രിക്ക് കാണിക്കാൻ പോകണം. ഇത് 52 കാർഡ്സ് ഉണ്ട് കേട്ടോ അതിൽ. ഇതെല്ലാം ഡിഫറെൻറ്റ് കാർഡുകളാണ്. ഓക്കെ, ക്യാമറയും കൂടെ കണ്ടോട്ടെ. എല്ലാം ഡിഫറെൻറ്റ് കാർഡുകളാണ്. അപ്പോൾ അഖിലിന് ഇത് എങ്ങനെയാണ് ഷഫിൾ ചെയ്യാം? ഷഫിൾ ചെയ്യാൻ അറിയാമല്ലോ അല്ലേ? കാർഡ് ഷഫിൾ ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, ഉണ്ടോ? വൻപുലിയാണ്. വൻപുലികൾ വാഴുന്ന കാട്ടി ഒരു നരിയെങ്കിലും ആവണ്ടേ എന്ന് പറഞ്ഞിട്ട് ഷഫിൾ ചെയ്യാണ്. ഓക്കെ, സമാധാനമാവുന്നവരെ ഷഫിൾ ചെയ്തോ, മനസ്സിനൊരു സമാധാനം കിട്ടുന്നവരെ അല്ലേ? ഓക്കെ, അപ്പോൾ കുറേ കണ്ണാടി ഒന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കാണാനായിട്ട് ഇല്ല, ചുമ്മാ വെറുതെ. അപ്പോൾ അഖിലേ, നമുക്കൊരു മൈൻഡ് റീഡിങ് ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അഖിലിന് ഞാനിങ്ങനെ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, സ്റ്റോപ്പ്. ഈ കാർഡ് ഇടയ്ക്കുന്നുള്ളൊരു കാർഡാണ്. പിടിച്ചോ. കാർഡിൻ്റെ അകത്ത് ഒരു നമ്പർ, ഡിജിറ്റ് അല്ലെങ്കിൽ അക്ഷരം അല്ലേ? കാർഡിൻ്റെ അകത്ത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. 52 കാർഡ്സിൽ ഒരു കാർഡ് ഇപ്പോൾ ആക്ച്വലി അഖിലിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അഖിലെ ആ കാർഡ് മനസ്സിൽ കൊണ്ടുവരണം, നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കുക. അതിലെ നമ്പർ ആണെങ്കിലും അക്ഷരങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതൊന്ന് മനസ്സിൽ കൂടെ ഒന്നിങ്ങനെ വരട്ടെ. അങ്ങനെ 1 2 3 അങ്ങനെ വരട്ടെ. ഓക്കെ ഓക്കെ, അതിലിങ്ങനെ ചിഹ്നങ്ങളുണ്ടാവും. അതായത് ഹാർട്ടിൻ്റെ ചിഹ്നം ഉണ്ടാവും, 3 ക്ലബിൻ്റെ ചിഹ്നം, 3 അറിയാമല്ലേ കാർഡിനെ കുറിച്ച്? അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ ചിഹ്നങ്ങളുണ്ടാവും. ഡയമണ്ടിൻ്റെ ചിഹ്നം ഉണ്ടാവും, അതുപോലെ തന്നെ സ്പേഡിൻ്റെ ചിഹ്നം ഉണ്ടാവും. ആ ചിഹ്നങ്ങളൊന്ന് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ ചിഹ്നവും ഉണ്ട്. ആക്ച്വലി അതിനകത്ത് നമ്പറാണ് ഉള്ളത്. അഖിലിൻ്റെ കയ്യിലിരിക്കുന്ന കാർഡിൻ്റെ അകത്ത് നമ്പറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്പർ ഒരു കാർഡിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 13 കാർഡാണ് ഉണ്ടാവുക. അപ്പോൾ 13 കാർഡിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ട് വരുന്ന നമ്പർ 10 ആണ്. അതുപോലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കാർഡ് എന്നറിയപ്പെടുന്ന ഡയമണ്ട് ആണ്. സോ ഐ തിങ്ക് യു ഹാവ് ദ സെയിം കാർഡ് ഇൻ യുവർ ഹാൻഡ്. പ്ലീസ് ഷോ മീ ദാറ്റ് ക്യാമറ. 10 ഡയമണ്ട് ആണ്. ഈസ് അബ്സല്യൂട്ട്ലി ഷോക്കിംഗ്. വാട്ട്സ് ഹാപ്പനിങ്? എന്ത് പറ്റി? എങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറയും? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ ആദ്യമായിട്ട് മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രതീക്ഷിച്ചില്ല, പറയുന്നത് പ്രതീക്ഷിച്ചില്ല. അഖിലിൻ്റെ ഫുള്ള് കിളി പോയ ഒരു മുഖം വേറെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാണാം. അപ്പോൾ മെന്റലിസം പ്യൂർലി ഒരു ആർട്ട് ഫോമാണ്. ദെയർ ഇസ് നോ മൈൻഡ് റീഡിങ് ടെക്നിക്സ്. ഓക്കെ, നമ്മളോടൊപ്പം ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെന്റലിസം പഠിക്കാം. ജോയിൻ വിത്ത് അസ്, artofmentalism.in.